ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും. ആത്മീയ പാഠങ്ങളിൽ 23-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വകയായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ കുമ്പസാരത്തിന് ശേഷമുള്ള ഒരു ജീവിതം എപ്രകാരമായിരിക്കണം എന്നൊരു ബോധ്യം നമുക്ക് ഉറപ്പിക്കാനായില്ലെങ്കിൽ സംഭവിക്കാവുന്നൊരു വലിയ പിഴവെന്താന്ന് വെച്ചാൽ, നമ്മൾ കുമ്പസാരിക്കുന്നു, പാപത്തിൽ നിന്ന് വിമോചനം നേടുന്നു. പാപവിമോചനത്തിന് ശേഷം നാം വീണ്ടും പഴയ വഴിത്താരയിലേക്ക് തന്നെ പ്രവേശിക്കും. പ്രലോഭനങ്ങളും ജീവിത സാഹചര്യങ്ങളും പഴയത് തന്നെയാണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പാപച്ചായ്ച്ചിലുണ്ട്, പാപവാസന നമുക്കുണ്ട്. ഇത്തരത്തിൽ കുറവുകൾ, പരിമിതികൾ ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് ക്രമേണ നാം പഴയ വഴിയിലേക്ക് തന്നെ മടങ്ങിപ്പോകും. ഒരു ധ്യാനാവസരത്തിൽ ആത്മീയമായ ഉത്കർഷം ഉണ്ടാകുന്നു, അനുഭൂതികൾ ഉണ്ടാകുന്നു, വിശ്വാസത്തിലേക്ക് തിരികെ നടക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം നാം തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ആ ധ്യാനാവസരത്തിൽ നമ്മൾ ഉൾക്കൊണ്ടതെല്ലാം തട്ടിക്കളഞ്ഞ് പഴയ മാർഗത്തിലേക്ക് തന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. കുമ്പസാരത്തിന് ശേഷവും സംഭവിക്കുന്ന ഒരു കുഴപ്പം ഇത് തന്നെയാണ്. പാപമോചനം ലഭിക്കുന്നു, സ്വാതന്ത്ര്യമുള്ള ജീവിതം ആസ്വദിക്കുന്നു, വലിയ സന്തോഷത്തോടെ ആത്മീയമായ ഉത്കർഷത്തോടെ നാം തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷെ ക്രമേണ പഴയ വഴിയിലേക്ക് തന്നെ നമ്മൾ പോകും. എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായി നമ്മുടെ ജീവിത കാഴ്ചപ്പാട് മാറേണ്ടതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റണം. എന്നിട്ട് നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം. പഴയ വഴിയിൽ നിന്ന് തിരികെ നടക്കണം. അതിന് കുമ്പസാരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിത പ്രവർത്തികളെ ആകെ മാച്ചു കളഞ്ഞ്, ഓർമ്മകളിൽ നിന്നെല്ലാം എടുത്തു കളഞ്ഞ് നമ്മൾ ശുദ്ധമനസ്കരായി പോവുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിൽ വൃണമായി മാറിയിട്ടുള്ള, അല്ലെങ്കിൽ ആത്മാവിന് കറകളായി മാറിയിട്ടുള്ള പാപങ്ങൾ കഴുകിക്കളയുന്നു, പാപമോചനം ലഭിക്കുന്നു. ആത്മാവും മനസ്സും ശരീരവും നമ്മളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് എങ്ങനെയാണ് ഈ വിമോചനം സാധ്യമാകുക എന്ന് നമുക്ക് മനസ്സിലാകുക. നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ തെളിഞ്ഞ ആത്മാവ് പ്രകാശം പുറപ്പെടുവിക്കും. ആ പ്രകാശം ശരീരത്തിലേക്ക് പ്രവേശിക്കണം, ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. മനസ്സിലേക്ക് പ്രവേശിച്ച് ശരീരത്തിലൂടെ അത് പ്രവൃത്തികളായി പുറത്തേക്ക് വരണം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ആത്മാവിന്റെ പ്രകാശം മനസ്സിലേക്ക് വ്യാപിക്കാൻ തടസ്സമാകുന്ന രീതിയിൽ മനസ്സ് കളങ്കിതമാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സ് മാലിന്യം നിറഞ്ഞതാണെങ്കിൽ, അഴുക്ക് നിറഞ്ഞതാണെങ്കിൽ ആത്മാവിന്റെ പ്രകാശം മനസ്സിലേക്ക് എത്തില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശോധിക്കുകയും മനസ്സിലുള്ള എല്ലാ അശുദ്ധികളെയും എന്താണെന്ന് വിവേചിച്ചറിയുകയും തെറ്റുപറ്റിപ്പോയ മനോഭാവത്തിലുള്ള കുറവുകളൊക്കെ പരിഹരിക്കാൻ തീരുമാനിക്കുകയും നമ്മൾ അനുദപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ മേലുള്ള കറകൾ കഴുകിക്കളയപ്പെടും. ആത്മാവിനും മനസ്സിനും ഇടയ്ക്കുള്ള ഈ കറകൾ ആത്മാവിന്റെ പ്രകാശത്തെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ തടസ്സം നിൽക്കുന്നവയാണ്. സ്വാഭാവികമായും ലോകത്ത് എവിടെയാണ് ദൈവമില്ലാത്തതെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയാവുന്ന ഒരു ഉത്തരം അത് മനസ്സിൽ മാത്രമാണ്. എല്ലായിടത്തും നിറഞ്ഞവനാണ് ദൈവം. പക്ഷെ ദൈവം പലപ്പോഴും ഒഴിവായി പോകുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിൽ നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം ലോകാനുരൂപിയായ താല്പര്യങ്ങൾ നിലനിൽക്കുന്നു. ആ താല്പര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കളങ്കങ്ങൾ തീർക്കുന്നു. ആ കളങ്കങ്ങൾ ആത്മാവിന്റെ പ്രകാശത്തെ സ്വീകരിക്കാൻ തടസ്സപ്പെടുത്തുന്നു. ആത്മാവ് ഒരു അറിവിന്റെ തലമാണ്. സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന, യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്ന, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് നമ്മെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള ആളാണ് ആത്മാവ്. പക്ഷെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഉണ്ടാകുന്ന ദൈവിക പ്രചോദനങ്ങളെ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ല. അപ്പോൾ ആത്മാവിലും മനസ്സിനും ഇടയ്ക്ക് ഈ അഴുക്കുള്ളപ്പോൾ നമ്മുടെ ആത്മാവിന്റെ പ്രകാശത്തെ മനസ്സിന് കാണാൻ കഴിയാതെ പോകും. അവിടെയാണ് നമ്മൾ കുമ്പസാരത്തിൽ പാപവിമോചനം സംഭവിക്കുമ്പോൾ ആത്മാവിന്റെ പ്രകാശം മനസ്സിലേക്ക് കടക്കുന്നതിന് തടസ്സമായിട്ട് അഴുക്കുകൾ നീങ്ങുന്നു, മാലിന്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ നമ്മൾ ആത്മാവിന്റെ പ്രകാശത്തിലായിത്തീരുന്നു. ഇങ്ങനെ ആത്മാവിന്റെ പ്രകാശത്തിലായിത്തീരുമ്പോൾ ആസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു ജീവിതം നയിക്കാൻ നാം വിളിക്കപ്പെടുന്നു. അപ്പോഴും നമ്മുടെ മനസ്സ് ലോകാനുരൂപിയാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിന്റെ പ്രകാശം ക്രമേണ തടസ്സപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പാപവിമോചിതരായി പുതിയ ജീവിതം നയിക്കാൻ ആരംഭിക്കുകയും ക്രമേണ ലോകാനുരൂപിയായി മാറുന്ന മനസ്സിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ ആത്മാവിന്റെ പ്രകാശം നമുക്ക് നഷ്ടമാകുകയും ചെയ്യും. വരപ്രസാദ അവസ്ഥ യഥാർത്ഥത്തിൽ പാപം ചെയ്യാതിരിക്കാൻ, ശരീരത്തെയും മനസ്സിനെയും നിർമ്മലമായി സൂക്ഷിക്കാൻ കരുത്തു പകരുന്നതാണ്. ആ പ്രകാശം നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് കലുഷിതമായി പോകും. അവിടെയാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം.
മാനസാന്തരമായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ബാഹ്യമായ കാര്യങ്ങളാണ്. ആചാരപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, കൃത്യമായ കുർബാനയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെ ചിട്ടയായ ആചാരപരമായ ഒരു ജീവിതം ബാഹ്യക്രമത്തിൽ ഉണ്ടാകുന്നതാണ് മാനസാന്തരം എന്നാണ് പലപ്പോഴും നമ്മൾ ധരിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് പ്രകാശം വരുത്തുന്ന രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണാൻ കഴിയുകയും ജീവിതത്തെ അപ്രകാരം ക്രമീകരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച് ജീവിതമായിട്ട് മാറുക. ബാഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുക എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ എളിമയുള്ളവരായിട്ട് മാറുന്നു, നമ്മൾ നന്നായിട്ട് പെരുമാറുന്നു, ഇതൊക്കെ ബാഹ്യമായി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആന്തരികമായി നമ്മുടെ ജീവിത നിലപാടുകൾ എങ്ങനെയാണെന്ന് ആലോചിക്കണം. മനംതിരിവ് എന്ന് പറയുന്നത് മനസ്സ് പഴയ നടന്ന മാർഗത്തിൽ നിന്ന് തിരികെ നടക്കുന്നതാണ്. അതിനാണ് മാർഗവാസികൾ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. മാർഗത്തിൽ വസിക്കുന്നവരാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന മാർഗത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ കഴിയും വിധം നമ്മുടെ പഴയ വഴികളിൽ നിന്ന് തിരികെ നടക്കുന്ന ഒരു പ്രവൃത്തി നമ്മളുണ്ടാകണം. മനസ്സിനെ ഇപ്രകാരം തിരികെ നടത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഗൗരവമായിട്ട് ആലോചിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം ക്രമേണ നഷ്ടമാകും. വീണ്ടും പഴയ വഴിയിലേക്ക് തന്നെ നമ്മൾ പോകും. പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും മാറുന്നില്ല, പ്രലോഭനങ്ങൾ മാറുന്നില്ല, പാപച്ചായ്ച്ചിലാകട്ടെ നമ്മിന്ന് വിട്ടൊഴിയുന്നുമില്ല. ഇതൊക്കെ നിലനിർത്തുന്നത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം വഴി നമ്മൾ ശക്തി പ്രാപിക്കാൻ, നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. എഫേസ്യ ലേഖനത്തിൽ നമുക്കത് കാണാം. മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ ശക്തി പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. റോമർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങളിൽ ആത്മാവ് മനസ്സിന്റെ ചൈതന്യം വഴി നമ്മൾ ശക്തരാകണം, അങ്ങനെ നല്ലതും ഉചിതവും പ്രീതികരവുമായ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയണം എന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ആലോചിക്കേണ്ടത് എൻ്റെ ജീവിത നിലപാടുകളിൽ ഒരു മാറ്റം വരുത്താനായി എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് തിരിയുന്നവരാണ്. യേശുവിന്റെ പ്രധാനപ്പെട്ട പ്രകൃതം അല്ലെങ്കിൽ യേശു രക്ഷാകരമായ പ്രവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കാര്യം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഡിനേ ഹിംസെൽഫ്, ശൂന്യവൽക്കരിക്കപ്പെടണം, അവനവനിൽ നിന്ന് മോചനം നേടണം. ഈ ശൂന്യവൽക്കരിക്കപ്പെടുക എന്ന പ്രവൃത്തി എങ്ങനെയാണ് നമ്മിൽ നിറവേറുന്നതെന്ന് ആലോചിക്കണം. ക്രിസ്തു ചെയ്ത പ്രവൃത്തി എന്താണ്? ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവവുമായുള്ള സമാനതയിൽ നിന്ന് ക്രിസ്തു താഴേക്ക് ഇറങ്ങുന്നു, വീണുപോയവന്റെ സാദൃശ്യത്തിലേക്ക് വരുന്നു. വീണുപോയവന്റെ സാദൃശ്യം എന്ന് വെച്ചാൽ ഈ മനുഷ്യാകൃതിയെ കുറിച്ചല്ല, അതോടെ വീണ്ടും പറയുന്നുണ്ട്, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അപ്പൊ വീണുപോയവന്റെ മനസ്സിലേക്ക് വരുന്നു. അഥവാ ഈ ലോകത്തിന്റെ എല്ലാ കുറവുകളിലേക്കും ക്രിസ്തു ഇറങ്ങി വരുന്നു. സർവശക്തനായവൻ ബലഹീനനായിട്ട് മാറുന്നു, പരമപരിശുദ്ധനായവൻ പാപിയായിട്ട് എണ്ണപ്പെടുന്നു, അപരിമേയനായവൻ ഒരു ചെറിയ പ്രദേശത്ത് ജീവിക്കുന്ന ആളായിട്ട് മാറുന്നു. പരിമിതികളിലേക്ക് വരാം. ഈ പരിമിതികളിലേക്ക് വരാൻ ക്രിസ്തു തന്റെ ദൈവത്വം നിഗൂഢമാക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമാനത കൈവിടുന്നുണ്ട്. മാനുഷികമായി നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് കുറെ പ്രിവിലേജുകളുണ്ട്, കുറെ അവകാശങ്ങളുണ്ടെന്നാണ്. മാനസാന്തരത്തിന്റെ ജീവിതം എന്ന് വെച്ചാൽ ഈ പ്രിവിലേജുകളിൽ നിന്ന് ഒരു തിരികെ നടപ്പായിട്ട് കാണണം. നമുക്കുള്ള ചില അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, സ്ഥാനങ്ങളുണ്ട്. ഈ സ്ഥാനങ്ങളിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നും തിരികെ നടക്കാനായിട്ട് നമുക്ക് പറ്റണം. ഞാൻ പിതാവാണ്, ഞാൻ മാതാവാണ്, ഞാൻ പങ്കാളിയാണ്, ഞാൻ മകനാണ്, മകളാണ് എന്നിങ്ങനെ ലോകക്രമത്തിനകത്ത് നിരവധിയായ പൊസിഷനുകളിലാണ് നമ്മൾ ഇരിക്കുക. അവിടെ ഒക്കെ നമ്മൾ കുറെ പ്രിവിലേജുകൾ കാത്തു സൂക്ഷിക്കും. ആ പ്രിവിലേജുകളിൽ നിന്ന് തിരികെ നടക്കാൻ നമുക്ക് പറ്റണം. മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നിടത്ത് എനിക്ക് അവകാശമില്ല, ഈ അവകാശം ഞാൻ കൈവിടുന്നു എന്ന് പറയുന്നിടത്തേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോഴാണ് മാനസാന്തരത്തിന്റെ ജീവിതം ആരംഭിക്കാൻ കഴിയും. ദൈവത്തെ പോലെ നമ്മൾ കാണുന്നത് ദൈവം കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള ഒരാളായിട്ടാണ്. പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ദൈവത്തിൻ്റെതാണോ, നമ്മൾ ദൈവത്തിൻ്റെതാണോ? നാം ദൈവത്തിൻ്റെതാണ് എന്നതാണ് പരമാർത്ഥം. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് എൻ്റെ സ്വന്തമാണ് ദൈവം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടണം, എൻ്റെ കാര്യങ്ങൾ നടത്തിത്തരണം എന്ന ഷാഢ്യമാണ് പലപ്പോഴും നമ്മൾ വെച്ച് പുലർത്തുന്നത്. അതേസമയം ദൈവം എന്നോട് എന്തു പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ദൈവേഷ്ടത്തിലേക്ക് തിരികെ നടക്കാണ് വേണ്ടത് എന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷം ഭാഗവും പരമാവധി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതായി ചുരുങ്ങിപ്പോകുന്നു. ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമ്മുടെ വിഷമങ്ങൾ പറയാനും അവയൊക്കെ പരിഹരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാനും മനുഷ്യന് അവകാശമുണ്ട്, തെറ്റല്ല. പക്ഷെ ഈ അവകാശം കൈവിട്ട് ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ, അല്ലെങ്കിൽ നിന്റെ ഹിതം നിറവേറട്ടെ, നീ എല്ലാം ചെയ്യുന്നത് നല്ലതിനാണ് എന്ന് പറയാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ആദ്യത്തെ മാനസാന്തരം ഉണ്ടാകുന്നത്.
ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു മനംതിരിവിന്റെ ജീവിതം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ച് നേടിയെടുക്കുക എന്ന താൽക്കാലികമായ ലക്ഷ്യങ്ങളെ കൈവിട്ട് ദൈവം എന്താണ് എന്നോട് പറയുന്നത് എന്ന നിലയ്ക്ക് എനിക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ജീവിക്കാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരത്തിന്റെ ജീവിതം ആരംഭിക്കാൻ പറ്റുക. നമ്മൾ മനുഷ്യനാണ്, മനുഷ്യന് ഇങ്ങനെ അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവമകനാണെങ്കിൽ ദൈവമകളാണെങ്കിൽ ദൈവം എനിക്കിതെല്ലാം നടത്തിത്തരേണ്ടതാണ് എന്നൊരു അവകാശബോധം നിലനിർത്തുന്നതിനേക്കാൾ ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്, അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് പരമപ്രധാനം എന്നതിലേക്ക് എനിക്ക് തിരിയാൻ പറ്റണം. ഇതൊരു മനംതിരിവാണ്. സ്വാഭാവികമായും മാനസാന്തരം ഉണ്ടാകുമ്പോഴും നമ്മൾ കൈവിടാത്ത ഒന്നാണ് മനുഷ്യനെന്ന നിലയ്ക്ക് ദൈവമകനും മകളുമായിരിക്കെ അവിടുന്ന് കാര്യങ്ങൾ നടത്തിത്തരേണ്ടതാണ് എന്ന മനോഭാവം. ഇതൊരു മനോഭാവമാണ്. ഒരുപക്ഷെ നമ്മൾ ശക്തമായി കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടാകില്ല. പക്ഷെ നമ്മുടെ മനോഭാവത്തിൽ ദൈവം അത് നടത്തിത്തരണം, ദൈവത്തിന് ഇത് ഉത്തരവാദിത്വമുണ്ട് നടത്തിത്തരാൻ എന്നൊരു അവകാശബോധം നമ്മൾ വയ്ക്കും. അതിന് പകരം ദൈവമാണ് എൻ്റെ ഉടയവൻ, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് എൻ്റെ ദൗത്യം, അതാണ് വിശ്വസ്തതാപൂർവമായ ജീവിതം എന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നില്ല. നമുക്ക് ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യം, ഈശോ പറയുന്നുണ്ട്, ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ 12 വ്യൂഹം മാലാകമാരെ അവിടെ നയിച്ചു തരികയും എന്നെ വിമോചിപ്പിക്കുകയും ചെയ്യുകയില്ലേ? പക്ഷെ അപ്രകാരം സംഭവിച്ചാൽ ഇതൊക്കെ എങ്ങനെ നിറവേറും? അപ്പൊ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ദൈവേഷ്ടം നിറവേറാനാണ് എന്ന പ്രഥമമായ ദൈവമനസ്സിന്റെ ഭാവത്തിലേക്ക് എനിക്ക് തിരിയാൻ കഴിയുന്നതാണ് ആദ്യം ഉണ്ടാകേണ്ട മനോഭാവം. ഞാൻ ഏത് ജീവിതാവസ്ഥയിലാകട്ടെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്നും ഇതിന് പ്രതിഫലം ചോദിക്കുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിനാക്കി മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതും യഥാർത്ഥത്തിൽ ദൈവ മനസ്സിന് വിരുദ്ധമായി ഞാൻ നിൽക്കുമ്പോഴാണ് എന്നൊരു കാര്യം ഹൃദയത്തിൽ ഓർത്താൽ, കർത്താവിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എൻ്റെ മേൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ മറിയത്തിന്റെ മനോഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പരിശുദ്ധ അമ്മയെ പലപ്പോഴും നമ്മുടെ അമ്മയായിട്ടൊക്കെ നമ്മൾ പ്രഘോഷിക്കാറുണ്ട്, സ്തുതിക്കാറുണ്ട്. അവിടെയൊക്കെ ഒരു ലക്ഷ്യം വെക്കുന്നത് അമ്മ വഴി എന്തെങ്കിലും ഒരു അനുഗ്രഹം ദൈവത്തിൽ നേടിയെടുക്കാൻ പറ്റുമെന്നാണ്. അനുഗ്രഹം ദൈവത്തിന് കൂടെ വരമാണെന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അനുഗ്രഹം ദൈവം നമ്മുടെ കൂടെ വരുന്നതാണ്, ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ്. നമ്മുടെ മനസ്സിനകത്ത് ദൈവം ഇല്ലാതായി പോകുമ്പോഴാണ് ദൈവം അകലെയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മളിൽ വസിക്കുന്ന, നമ്മുടെ മനസ്സിനകത്ത് വസിക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സിന്റെ എല്ലാ അനുഭവങ്ങളും ആർജിതമായ എല്ലാ വിവരങ്ങളും ചേർന്ന് മനസ്സിനകത്ത് ഒരു വലിയ ഭാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകം എന്ന ക്രമത്തിനകത്ത് മനസ്സ് കെട്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് ദൈവേഷ്ടം പ്രധാനമായി കരുതുന്ന ഒരു മനോനിലയിലേക്ക് എനിക്ക് നിങ്ങൾക്കും എത്താൻ കഴിയുമെങ്കിലാണ് യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ പറ്റുക. അപ്രകാരം ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുക. രണ്ടാമത്, ഞാൻ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ അപ്രകാരമാണ്. എപ്പോഴും അവരൊക്കെ എനിക്കുള്ളവരും എന്നെ സ്നേഹിക്കേണ്ടവരും എന്നെ ബഹുമാനിക്കേണ്ടവരും എന്നെ അംഗീകരിക്കേണ്ടവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരെ കാണുക. സ്വാഭാവിക മനസ്സതാണ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവർ നമ്മളെ സ്നേഹിക്കണം. നമ്മൾ അവർക്ക് നന്മ ചെയ്യുന്നു, അവർക്ക് നന്ദി ഉണ്ടാവണം. നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നു, അവർ നമ്മളെ അംഗീകരിക്കണം. നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നു, അവർ നമ്മളെ പ്രശംസിക്കണം. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു മനസ്സ് എപ്പോഴും അഭിലഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ പ്രത്യേകത, മനസ്സ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഇപ്രകാരം പ്രതിഫലം ഇച്ഛിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ്. മനുഷ്യപ്രകൃതം അതാണ്. ആ മനുഷ്യപ്രകൃതത്തെ കൈവിടാതെ നമുക്ക് ദൈവപ്രകൃതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഒന്ന്, ദൈവത്തിന്റെ മകനും മകളുമാണെങ്കിൽ ദൈവത്തിന്റെ മകനും മകളുമായിരിക്കെ ദൈവേഷ്ടമാണ് പരമപ്രധാനം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളോടൊക്കെ നമുക്ക് അഭിപ്രായമുണ്ട്. നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേട്ട് വളരണം, നമ്മുടെ ഇഷ്ടത്തിലായിത്തീരണം എന്ന ആഗ്രഹം നമുക്കുണ്ട്. ഈ ആഗ്രഹം ദൈവപിതാവിന്റെ മക്കളെന്ന നിലയ്ക്ക് തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? നമ്മളൊരാളോട് ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണോ അങ്ങനെ നമ്മെ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണ്ടേ? അപ്പൊ ദൈവത്തിന് ഇഷ്ടത്തിനായി തീരുക എന്ന മനോനില ഉണ്ടാകണം. രണ്ടാമത്, മറ്റുള്ളവർ നമുക്ക് വേണ്ടിയാണെന്ന ധാരണയിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ധാരണയിലേക്ക് നമ്മൾ തിരുത്തപ്പെടണം. മാനസാന്തരത്തിന്റെ യോജിച്ച ഫലങ്ങൾ തുടങ്ങുന്ന അവിടെ നിന്നാണ്. നമ്മൾ നമുക്ക് വേണ്ടിയല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒഴിവാക്കി മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത് എന്ന നിലയിലേക്ക് എത്തണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്നത് നമ്മെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്. അതുകൊണ്ടാണ് കവി പറയുന്നത്, അങ്ങനെ എത്ര സ്നേഹിച്ചാലും അത് തീരില്ല. അവനവനോടുള്ള പ്രിയം, മമത, നമ്മുടെ വേദനകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ
അതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ മനസ്സിനെ വിമോചിപ്പിക്കാൻ നമുക്ക് പറ്റണം. അതിന് ക്രിസ്തുവിലേക്കാണ് നമുക്ക് തിരിയാൻ പറ്റുക. ക്രിസ്തു പിതാവ് ഭൂമിയിലേക്ക് ക്രിസ്തുവിനെ അയക്കുമ്പോൾ അവൻ ദൈവവുമായുള്ള സമാനത കൈവിടുന്നു, അവകാശബോധങ്ങൾ കൈവിടുന്നു. ഈ അവകാശബോധമാണ് ഞാൻ സ്നേഹിച്ചാൽ എന്നെ തിരിച്ച് സ്നേഹിക്കേണ്ടേ, അതൊരു അവകാശമല്ലേ? ഞാൻ പിതാവാണെങ്കിൽ മാതാവാണെങ്കിൽ പങ്കാളിയാണെങ്കിൽ എന്നെ ബഹുമാനിക്കേണ്ടതല്ലേ, എന്നെ അനുസരിക്കേണ്ടതല്ലേ, എനിക്ക് വിധേയപ്പെടേണ്ടതല്ലേ? ഈ വിധേയത്വം വേണ്ടെന്ന് വെക്കാൻ കഴിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അത് അവനവനെ തന്നെ വെട്ടിമുറിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഞാനല്ലാതാവുകയും ദൈവത്തിന്റെ ഇഷ്ടം മാത്രമായി തീരുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് മറ്റൊരാളോട് അവകാശബോധമില്ലാതെ പെരുമാറാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് മാനസാന്തരത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് കേവലമായി ബാഹ്യാചാരത്തിൽ കുടുങ്ങി ചെയ്യുന്ന കാര്യങ്ങളോ ഏതെങ്കിലും പ്രാർത്ഥനാ സങ്കേതങ്ങളിലൊക്കെ പെടുന്ന കാര്യങ്ങളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമുക്ക് താടി നീട്ടി വളർത്താം, നമുക്ക് വസ്ത്രങ്ങൾ മാറ്റാം, ഇതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്. ആന്തരികമായി നമ്മെ പ്രതികൂലമായി എപ്പോഴും ബാധിക്കുന്നത് ഞാനെന്ന ബോധത്തിൽ നിലനിൽക്കാനുള്ള പ്രേരണയാണ്. ഞാനായിരിക്കാനും മറ്റുള്ളവർ എന്നെ സ്നേഹിക്കാനും മറ്റുള്ളവർ എന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാനും എന്നെ പ്രശംസിക്കാനും അങ്ങനെ എനിക്ക് എല്ലാം ലഭ്യമാകണമെന്ന് തോന്നുന്ന സ്വാർത്ഥത്തിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കാൻ പറ്റണമെങ്കിൽ ക്രിസ്തുവിന്റെ സെൽഫ് ഗീവിംഗ് നേച്ചറിലേക്ക് എനിക്ക് വരാൻ പറ്റണം. ദൈവാനുഭവം ഉണ്ടാകാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്. നമ്മുടെ ദൈവാനുഭവമായിട്ട് പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദർശനം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ദൈവാനുഭവത്തിന്റെ തലമായിട്ട് കാണുക. ക്രിസ്തുവിനെ അനുഭവിക്കുക എന്നതിലേക്ക് വരണമെങ്കിൽ ക്രിസ്തുഭാവത്തിലേക്ക് നമുക്ക് രൂപാന്തരപ്പെടാൻ പറ്റണം. അവിടെ ക്രിസ്തുഭാവത്തിലേക്ക് നമ്മൾ മാറുന്നതിന്റെ ഓരോ അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നമ്മൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരണം, നമുക്കത് അവകാശമാണ്, നമ്മൾ ദൈവമക്കളല്ലേ, നമ്മുടെ കാര്യങ്ങളോട് നടത്തിത്തരേണ്ടതല്ലേ എന്ന അവകാശബോധമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവം നമ്മുടെ പിതാവും ഉടയവനുമല്ലേ, അവന്റെ ഇഷ്ടമല്ലേ നമ്മൾ നിറവേറേണ്ടത്. അതുകൊണ്ട് അവൻ പറയുന്നത് ചെയ്യുക, അവൻ തരുന്ന ജീവിത സാഹചര്യങ്ങൾ സ്വീകരിക്കുക, കഷ്ടതയും ഞെരുക്കം ഉണ്ടാകുമ്പോൾ പരാതിപ്പെടാതിരിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി അവകാശബോധം മാറ്റിവെച്ച് വിശ്വസ്തനായിരിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇനി മറ്റുള്ളവരുടെ ബന്ധത്തിലും നമ്മൾ അവർക്ക് വേണ്ടിയാണെന്നും ദൈവം നമ്മെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അയച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് തിരികെ സ്നേഹം പ്രതീക്ഷിക്കാതെ, അംഗീകാരം പ്രതീക്ഷിക്കാതെ, പ്രശംസ പ്രതീക്ഷിക്കാതെ, മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷകളെ പാടെ ഉപേക്ഷിക്കുന്നവരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ബാഹ്യമായ ഉപേക്ഷകളൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഭക്ഷണം ഉപേക്ഷിക്കാനോ വസ്ത്രം ഉപേക്ഷിക്കാനോ ബാഹ്യമായ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് എളുപ്പമുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നവയായി മാറിയാൽ മതി. ഉപവാസം എടുക്കുമ്പോൾ ആ ഉപവാസം നമുക്ക് സന്തോഷകരമായിട്ട് അനുഭവപ്പെടുത്താൻ പറ്റും, ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ഒരു കാര്യം ഭക്ഷിക്കുന്നുണ്ട്, മറ്റുള്ള പ്രശംസ അംഗീകാരമൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. ഒരിക്കൽ ഈജിപ്ഷ്യൻ സന്യാസിമാരിൽ 2 പേർ, ഒരു സന്യാസി ഉപവാസിയാണ്, അദ്ദേഹം മറ്റേ സന്യാസിയെ കാണാൻ പോവാണ്. അപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന സന്യാസി കൊട്ട നെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കൊട്ട നെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. സന്യാസിയാണെന്ന് വെച്ചാൽ അധ്വാനിക്കാതെയല്ല, അവർ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ കൊട്ട നെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വന്നിരുന്ന ഉപവാസിയായ സന്യാസി അദ്ദേഹത്തോട് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, തന്റെ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ കേട്ടിരിക്കുന്ന സന്യാസി കൊട്ട നെയ്യുന്നതല്ലാതെ ഒരക്ഷരം പോലും തിരികെ സംസാരിക്കുന്നില്ല. കുറെ നേരം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഈ ഉപവാസിയായ സന്യാസിക്ക് അസ്വസ്ഥത തോന്നി. അദ്ദേഹം പറഞ്ഞു, എന്തോ മനസ്സ് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുന്നു എന്ന് പറയുന്നു. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, പതിവില്ലാതെ എനിക്കിപ്പോ വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു, കാരണം പ്രശംസ കിട്ടിയില്ല. അപ്പൊ മനസ്സ് പ്രശംസ ഭക്ഷിക്കുമ്പോൾ മനസ്സിന് ഈ പരിത്യാഗ പ്രവൃത്തികളിലൂടെ ഒക്കെ കടന്നു പോകാൻ പറ്റും, പ്രശംസ കിട്ടുമെങ്കിൽ. പക്ഷെ പ്രശംസ കിട്ടാതിരുന്നാൽ ഇതെല്ലാം തിരികെ വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിനെ താലോലിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ സ്വാഭാവികമായും ആത്മവിരുദ്ധമായിട്ട് മാറും. അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം, മറ്റുള്ളവർ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരുമ്പോൾ സന്തോഷം, മറ്റുള്ളവർ നമ്മെ അനുസരിക്കുമ്പോൾ സന്തോഷം, മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുമ്പോൾ സന്തോഷം, മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കുമ്പോൾ സന്തോഷം. ഇപ്രകാരം നമുക്കുള്ള മാനുഷിക സമാനതകൾ, ഇതെല്ലാം മോശം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഇത് മാനുഷികമായ സമാനതയാണ്. ഈ സമാനത കൈവിടുമ്പോഴാണ് ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവിക സമാനതകൾ കൈവിട്ട് മനുഷ്യനായി പോകുന്നതിന്റെ, ദാസനായി മാറിയതിന്റെ അനുഭവം നമുക്കുണ്ടാകുക. അപ്പൊ ദൈവാനുഭവം ഉണ്ടാകാൻ നമുക്ക് വേറെ എളുപ്പമാർഗങ്ങളില്ല, കുറുക്കുവഴികളില്ല. കണ്ണടച്ച് കൈകൂപ്പിയിരുന്നാലോ ധ്യാനിച്ചാലോ ഉണ്ടാകുന്നതല്ല ദൈവാനുഭവം. ദൈവാനുഭവം ജീവിതത്തെ ക്രിസ്തുവോട് ചേർത്ത് വെക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ദൈവാനുഭവം എന്ന് പറയുന്നത് കുളിരോ രോമാഞ്ചം ഉണ്ടാകുന്നതോ അല്ല, മനസ്സിലുണ്ടാകുന്ന ഉയർച്ചയോ അത്ഭുത സിദ്ധികളോ കാഴ്ചയോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ദൈവാനുഭവം. ദൈവത്തെ അനുഭവിക്കുക, അത് ക്രിസ്തുവിലെ സാധ്യമാകൂ. കാരണം ക്രിസ്തുവാണ് മനുഷ്യനായി ഭൂമിയിൽ വന്നത്, ക്രിസ്തുവിലാണ് മനുഷ്യത്വം
ഉയർച്ച പ്രാപിക്കുന്നത്. ക്രിസ്തുവിലാണ് അനുഭവതലങ്ങൾ മുഴുവൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് ഇപ്രകാരം നാം ഇന്നുവരെ താലോലിച്ചു കൊണ്ടുവന്നിട്ടുള്ള താല്പര്യങ്ങളെ കൈവിടാൻ നമുക്ക് കഴിയുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് പറ്റുക. അതുകൊണ്ട് അവരനെ അംഗീകരിക്കാനും അവരനെ അനുസരിക്കാനും വിധേയപ്പെടാനും മറ്റുള്ളവരെ നന്മയിൽ പ്രശംസിക്കാനൊക്കെ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഡിഫറൻ്റ് ആയ ഇന്ന് വരെ നമ്മൾ പുലർത്തിയിരുന്ന മനോഭാവങ്ങൾക്ക് വിരുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹം മാറ്റിവെച്ചിട്ട് അവരന് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. പ്രകൃതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ, ശരീരത്തിന്റെയും മനസ്സിന്റെയും ലോകത്തിന്റെയും പരിമിതികൾ ജയിക്കുന്നവരായി ജീവിക്കാൻ അപ്പോൾ മാത്രമാണ് നമുക്ക് കഴിയുക. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുമ്പസാര ശേഷം ആത്മാനുതാപം ഉണ്ടായി. ആ അനുതാപത്തിൽ പാപങ്ങൾ കഴുകപ്പെട്ട അനുഭവം കൂദാശയിലൂടെ ലഭ്യമായി. നമ്മൾ ക്രിസ്തുവോട് ചേർന്ന് നിൽക്കുന്നവരായി ക്രിസ്തുവോട് അകലം തിരിച്ചറിയുന്നത് മൂലം പാപമോചനത്തിലൂടെ നാം വീണ്ടും ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടു. ഇനി ഐക്യപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ അവതരിപ്പിക്കുന്നവരായിട്ട് ജീവിക്കാൻ നാം ശ്രമിക്കുമ്പോൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ആ ഫലങ്ങൾ ഇങ്ങനെ നിഷ്കാമമായി അല്ലെങ്കിൽ പ്രതിഫലേച്ഛയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലൂടെയാണ് വെളിപ്പെടുത്തപ്പെടുക. അപ്പോൾ ദൈവത്തോടുള്ള മനോഭാവത്തിലും മാറ്റം ഉണ്ടാകണം, മനുഷ്യനോടുള്ള മനോഭാവത്തിലും മാറ്റം ഉണ്ടാകണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടിയാണെന്ന ധാരണ മാറ്റി നമ്മൾ ദൈവത്തിൻ്റെതാണെന്ന ധാരണയിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള ധാരണയിലും എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതം പാടെ മാറും. അങ്ങനെ മാറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവിടെ മനസ്സ് നിരന്തരമായി നമ്മെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. മനുഷ്യപ്രകൃതി നമ്മെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പാപചായ്ച്ചലുകൾ നമ്മെ നിരന്തരമായി ശല്യം ചെയ്യും. ലോകവും പ്രലോഭനങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വരപ്രസാദത്തിന്റെ ശക്തി പ്രകടമാകണം. അപ്പൊ വരപ്രസാദത്തിന്റെ ശക്തി പ്രകടമാകണമെങ്കിൽ നിരന്തരം അനുതാപപൂർണമായൊരു മനോഭാവം നമുക്കുണ്ടാകണം. ഓർമ്മ വേണം ക്രിസ്തുവിൽ നിന്ന് നാം അകന്നു പോകുന്നതിനെ കുറിച്ച്. അങ്ങനെ ക്രിസ്തുവുമായുള്ള അകലമുണ്ടോ എന്ന് നിരന്തരം ജാഗ്രതായ ഒരു മനോഭാവത്തോടെ പരിശോധിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാനസാന്തരത്തിന്റെ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുക. മാനസാന്തരപ്പെട്ടു, ഞാൻ ഇന്ന വർഷം മാനസാന്തരപ്പെട്ടു എന്നൊക്കെ ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. മാനസാന്തരം ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, നിരന്തരം സംഭവിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വാഭാവിക പ്രകൃതിയിൽ നിന്ന് ദൈവ മനസ്സിലേക്കുള്ള ഒരു തിരികെ നടപ്പാണ് യഥാർത്ഥ മാനസാന്തരം. അത് നിരന്തരമായി ഉണ്ടാകേണ്ട കാര്യമാണ്. അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്നാണ് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത്. അത് കേവല വർജനങ്ങൾ കൊണ്ട് എന്തെങ്കിലും പുണ്യം നേടാമെന്ന നിലയ്ക്കല്ല. കേവല വർജനങ്ങളൊക്കെ പലപ്പോഴും മനസ്സിനെ തൃപ്തിപ്പെടുത്തും, മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. അങ്ങനെ സന്തോഷം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ടവരാണല്ലോ നമ്മൾ ചിന്തിക്കും. മെച്ചപ്പെട്ടവരാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അഹം ഉയരും. അഹം ഉയരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെക്കാൾ ഉയർന്നവരായി തോന്നും. അങ്ങനെ നമ്മൾ തോന്നുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് നമ്മൾ സ്വയം കരുതും. അങ്ങനെ നമ്മൾ നമ്മെ നീതീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അഹങ്കാരം നമ്മെ വീഴ്ത്തും. അതുകൊണ്ടാണ് ഈജിപ്ഷ്യൻ സന്യാസിമാരൊക്കെ പറയുന്നത്, സെറാപ്പികളൊക്കെ പറയുന്നത്, കുറെ പടികൾ കയറി. അങ്ങനെ പടികൾ കയറി സ്വർഗാരോഹണ കോവിലിന്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ഈ കുറവുകളൊക്കെ പരിഹരിച്ച് ഓരോ പടിയായിട്ട് മുകളിൽ കയറി കഴിയുമ്പോൾ മേലേന്ന് വീണാൽ ഏറ്റവും വലിയ വീഴ്ചയായിരിക്കും, പതനം കൂടുതൽ ദുഷ്കരമായിരിക്കും. മാനസാന്തരം വളരെ സൂക്ഷ്മതയോടെ ഓർക്കേണ്ട കാര്യമാണ്. മാനസാന്തരപ്പെട്ടു എന്നല്ല, മാനസാന്തരത്തിലേക്ക് നാം തിരികെ ചുവടുകൾ വയ്ക്കുന്നു. അവിടെ എങ്ങനെയാണ് നമുക്ക് ജീവിതം നയിക്കാൻ കഴിയേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെ തിരുവചനങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നു. മാനസാന്തരം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ദൈവത്തിലേക്ക് തിരികെ നടപ്പാണ്. സ്വന്തം ഇഷ്ടങ്ങളെ കൈവിട്ട് ദൈവേഷ്ടമാണ് പരമപ്രധാനമെന്നും ദൈവത്തിന്റെ മകനും മകളും ആയതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് കടമയെന്ന ബോധ്യത്തിലേക്ക് വരികയാണ്. അവകാശബോധങ്ങൾ കൈവിടുന്നതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം. ക്രിസ്തു അത് കാട്ടിത്തരുന്നുണ്ട്. പിതാവിന്റെ ഇഷ്ടമാണ് പരമപ്രധാനം എന്ന് ക്രിസ്തു പറയുന്നു. ക്രിസ്തുവിനായിത്തീരുന്ന നാം പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് സ്വന്തം ഇഷ്ടങ്ങളെ ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കണം. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ, ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ട് ജീവിത ക്ലേശങ്ങളിൽ നിന്ന് ഓടിയകലാനോ സഹനങ്ങളെ മാറ്റിയെടുക്കാനോ ഈ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നുള്ള കുറുക്കു വഴിയായി പ്രാർത്ഥനയെ കാണാതെ ദൈവപക്ഷത്തേക്ക് തിരിയാനുള്ള വഴിയായിട്ട് പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ ഈ വിമോചനം നമുക്ക് സാധ്യമാവും. നമ്മൾ പലപ്പോഴും അഭിമാനിക്കുന്നവരാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, യേശുവിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവിടെയാണ് വചനം നമ്മോട് പറയുന്നത്, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും നിങ്ങൾക്ക് പിതാവായ അബ്രാഹാം ഉണ്ട് നിങ്ങൾ അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എളിമയോടെ നിൽക്കണം. ദൈവത്തിന്റെ പരമമായ ശക്തിക്ക് വിധേയപ്പെടണം.
മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അത് ദൈവത്തിന്റെ മക്കളാണെന്ന അഭിമാനബോധമല്ല നമുക്ക് ഉണ്ടാകേണ്ടത്, ദൈവത്തിന്റെ മക്കളാണെന്ന കടമയും വിശ്വസ്തതാപൂർവം അവിടുത്തെ ഇഷ്ടത്തിൽ വിധേയപ്പെടുക എന്നുള്ള മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ അഭിമാനബോധമുള്ളവരായിട്ട് മാറി. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കൂടുതൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നുണ്ടല്ലോ, ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, വചനം വായിക്കുന്നുണ്ടല്ലോ, നന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. കാരണം ഇതെല്ലാം കേവലം അവിടുത്തെ സന്നിധിയിലായിത്തീരാനുള്ള കാര്യങ്ങൾ മാത്രമാണ്, അഥവാ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള സഹായങ്ങൾ മാത്രമാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്നു എന്നത് കാര്യം നേടാനുള്ള ഒരു കാര്യമോ അഭിമാനിക്കാനുള്ള കാര്യമല്ല. പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നത് ദൈവകൃപയാലാണ്. ദൈവസന്നിധിയിലേക്ക് മുഖമുയർത്താൻ കഴിയുന്നു എന്നത് ദൈവകൃപയാൽ സംഭവിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ആത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടാൻ നമുക്ക് കഴിയുന്നു എന്നത് ഒരു ദൈവകൃപയാണ്, ദൈവാനുഗ്രഹമാണ്. ആ ദൈവാനുഗ്രഹം ഉള്ളപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇപ്രകാരം കൃപ ലഭിച്ച് ഞാൻ ദൈവത്തിന് കൂടുതൽ വിധേയപ്പെടേണ്ടതുണ്ട്, ദൈവേഷ്ടത്തിലേക്ക് കൂടുതൽ തിരിയേണ്ടതുണ്ട്. അവിടെ നിന്ന് എന്നെ ഇങ്ങനെ സ്നേഹിച്ചു, സ്നേഹം മുഖാന്തിരം. അതുകൊണ്ടാണ് സ്ലീഹ പറയുന്നത്, പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്തു വേണമെങ്കിൽ വന്നുകൊള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപിരിക്കും. അപ്പൊ നമുക്ക് വേർപിരിയാൻ പറ്റാത്ത തരത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമ്മെ രക്ഷിക്കുകയും വിമോചിപ്പിക്കുകയും നമ്മെ ചേർത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് ആ പ്രതിനന്ദിയായ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയണം. അല്ലാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് അഭിമാനിക്കത്തക്കതായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമ്മൾ അറിയണം. അതിന് വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ക്രിസ്തുവിനെ പ്രതി എന്തെങ്കിലും നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? ജീവിതത്തിൽ എന്തെങ്കിലും യേശുവിനെ പ്രതി നഷ്ടപ്പെട്ടു? കിടപ്പാടം നഷ്ടപ്പെട്ടോ, ഭക്ഷണം നഷ്ടപ്പെട്ടോ, ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടോ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രതി നഷ്ടമായത്? നേടിയെടുക്കുന്ന ഒരു മാർഗമായിട്ടല്ലേ പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. നമ്മൾ അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ കാര്യങ്ങൾ നടത്തിത്തരും എന്ന കുറുക്കു വഴിയല്ലേ നമ്മുടെ മനസ്സിനകത്തുള്ളത്. അവനെ പ്രതി എന്ത് ഉപേക്ഷിക്കാനാണ് ഹൃദയത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്? ഈ ലോകത്തിന്റെ എന്ത് സൗകര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് ക്രിസ്തുവിനെ പ്രതി മനസ്സായിട്ടുള്ളത്? ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുകയല്ല വേണ്ടത്, ഒരു അവസരം ദൈവം തന്നതിനോട് പ്രതിനന്ദിയായ ജീവിതം നയിക്കാനുള്ള മനോഭാവം ഉണ്ടാകേണ്ടത്. ഈ കല്ലുകളിൽ നിന്ന് പോലും മക്കളെ ജനിപ്പിക്കാൻ അവിടത്തേക്ക് കഴിയും. അതുകൊണ്ട് അബ്രഹാത്തിന്റെ സന്തതികളാണെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട, നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. അഭിമാനിക്കുന്നത് എങ്ങനെയാണ്? അഭിമാനിക്കേണ്ടത് ക്രിസ്തുവിൽ അഭിമാനിക്കണം. യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നത് എങ്ങനെയാണ്? പിതാവിന്റെ പ്രവൃത്തികൾക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടാണ്. ക്രിസ്തു താൻ ദൈവപുത്രനാണെന്ന് പറയുന്നതിന് ഏറ്റവും പ്രകടമായ അടയാളം അവിടെ നിന്ന് സഹിച്ച പീഡകളും സഹനങ്ങളും ഒന്നുമില്ലായ്മയും ഒക്കെ തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തു മാർഗത്തിലേക്ക് പ്രകാരം തിരിയുമ്പോൾ മാത്രമേ നമുക്ക് അനുതാപത്തിന്റെ ജീവിതം ഉണ്ടാവൂ. ഈ അനുതാപം മാത്രമേ ക്രിസ്തുബോധം തമ്മിൽ ഉണർത്തൂ. യഥാർത്ഥ ദൈവാനുഭവം ദൈവവുമായി പ്രകാരം ചേർന്ന് നിൽക്കുമ്പോൾ, ക്രിസ്തുവിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങളും ക്ലേശങ്ങളും നമുക്ക് തരുന്ന അനുഭവങ്ങളിലൂടെയാണ് വെളിപ്പെടുക എന്ന് ഓർക്കണം. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഈ വൃക്ഷത്തെ നമുക്ക് കാണാവുന്നത് പറുദീസയിലെ വൃക്ഷമാണ്. പാപകരമായ താല്പര്യങ്ങളുടെ ആ വൃക്ഷത്തിന് കോടാലി വയ്ക്കപ്പെട്ടു. അതുകൊണ്ട് ഇനിയും അത്തരം വൃക്ഷങ്ങൾ തേടി പോകരുതെന്നാണ്. ലോകസുഖങ്ങളുടെ, ലോക താല്പര്യങ്ങളുടെ, കണ്ണിന് കൗതുകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിനുള്ള അഭികാമ്യം എന്ന് പറയുന്ന ലോക താല്പര്യങ്ങളുടെ വഴിയിലേക്ക് തിരിയരുത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് തിരിയണം. നല്ല ഫലം പുറപ്പെടുവിക്കണം. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക. നമ്മൾ ഓരോരുത്തരും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അത് ഏതാണ് ഈ നല്ല ഫലങ്ങൾ? നല്ല ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നിങ്ങനെ 12 ഫലങ്ങൾ. ഈ 12 ഫലങ്ങളുള്ള ജീവിതമാണ് നമ്മുടേത്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ജീവിതത്തിൽ പ്രയാസകരമാണ് ഇവയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥനയും ദൈവാത്മാവിന്റെ സഹായവും ഇല്ലാതെ, വിശുദ്ധിയുടെ കൂട്ടായ്മയില്ലാതെ, പരിശുദ്ധമയുടെ മാധ്യസ്ഥം ഇല്ലാതെ നമുക്ക് വഴിയിലൂടെ പോകാൻ കഴിയില്ല. അതാണ് കൂട്ടായ്മയുടെ ജീവിതം. സഭാ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യം അതാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ ബലഹീനരാണ്, വീണുപോകും. ലോകം നമ്മെ എപ്പോഴും നിരന്തരമായി പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രലോഭനം നമ്മെ വീഴ്ത്താനിടയാകും വിധം പാപച്ചായ്ച്ചിൽ നമ്മിലുണ്ട്, പാപവാസന നമുക്കുണ്ട്, ചെയ്തു പോകുന്ന പാപങ്ങളുടെ തഴക്കം നമ്മിൽ കിടപ്പുണ്ട്. ഈ കുറവുകളൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണുപോകാം. വീണു പോകാതിരിക്കാൻ നിരന്തര പ്രാർത്ഥന. അവിടെയാണ് നമ്മൾ ദണ്ഡവിമോചനങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ ജീവിതവും ഒക്കെ ജീവിതത്തിൽ നിന്ന് തുണയ്ക്കുമെന്ന് പറയുന്നു.
അപ്രകാരം ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. കാലികമായ ശിക്ഷ എന്ന് വെച്ചാൽ പാപവാസനയാണ്. നിരന്തരമായി പാപത്തിലേക്ക് തിരിയാനുള്ള വാസന നമുക്കുണ്ട്. ചെയ്തു പോയ തഴക്കങ്ങൾ നമ്മെ പലപ്പോഴും അങ്ങനെ പ്രേരിപ്പിക്കാം. മത്തായി ചേട്ടൻ കള്ളുകൂടി നിർത്തി, പക്ഷെ ഒരിക്കൽ കള്ളുഷാപ്പിലേക്ക് അദ്ദേഹം കയറിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, എന്താണ് വീണ്ടും കള്ളുഷാപ്പിലേക്ക് പോയത്? അത് സൈക്കിള് പോയതാണ്, സൈക്കിളിന് ഓർമ്മ പഴയതാ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ശരീരവും ലോകപ്രവണതകളും നിരന്തരമായി പഴയ ലോകങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെയാണ് കാലത്തിന് ശിക്ഷ എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ കാലത്തിന് ശിക്ഷ അതിജീവിക്കണമെങ്കിൽ നമുക്ക് നിരന്തരമായി ദൈവത്തിന്റെ കൃപ അനുഭവപ്പെടണം. അതിന് പ്രായശ്ചിത്ത പ്രവൃത്തികളുടെയും പരിഹാര പ്രവൃത്തികളുടെയും ജീവിതം ഉണ്ടാകണം. പ്രാർത്ഥനയുടെ ജീവിതം ഉണ്ടാകണം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധരുടെയും കൂട്ടായ്മയും സഭാ കൂട്ടായ്മയ്ക്കുള്ള ജീവിതവും നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മളാണെന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നു, ഒരു കൂട്ടായ്മ പങ്കെടുക്കുന്നു, നമുക്കൊരു ബോധം ഉണ്ടാകുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വാസിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്, ബോധം ഉണ്ടാകുകയാണ്. നമ്മൾ ലോകത്ത് ജീവിക്കുകയാണല്ലോ, നിരവധി സാഹചര്യങ്ങൾ കടന്നു പോകാണ്. പ്രാർത്ഥനയിലേക്ക് വരുമ്പോഴും ഇത്തരത്തിൽ കൂട്ടായ്മയ്ക്കകത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാകുക. ഇങ്ങനെ അവനവൻ ആരാണെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ, ഇങ്ങനെയൊക്കെ ആകേണ്ട ആളാണ് ഞാൻ, ഈ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട ആളാണ് ഞാൻ എന്നാണ് നമുക്ക് ഓർമ്മ ഉണ്ടാകുക. ദൈവത്തിന്റെ വാത്സല്യ വാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള എല്ലാവർക്കും അങ്ങനെയാണ് റോം 1:7 പറയുന്നത്. ഈ വിളിയുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ആരാണെന്നൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവും. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ അമ്മയാണെന്നും അമ്മ യേശുവിന്റെ അമ്മയാണെന്നും യേശുവിന്റെ അമ്മ നമ്മുടെ അമ്മയാകണമെങ്കിൽ നമുക്ക് യേശുവിന്റെ സാരൂപ്യം ഉണ്ടാവണമെന്നും ബോധം നമുക്കുണ്ടാവും. അങ്ങനെ തിരികെ നടപ്പിന്റെ വഴിയായിട്ടും പ്രാർത്ഥനകളൊക്കെ ഉപകാരപ്പെടുക. അത് കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയായിട്ട് മാറുമ്പോഴോ സ്വന്തം ഇഷ്ടം അന്വേഷിച്ചു പോകുന്ന വഴിയായിട്ട് മാറുമ്പോഴോ അവിടെ തെറ്റിപ്പോകും. അതുകൊണ്ട് വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ടു. അത് പാപകരമായ വൃക്ഷത്തിന്റെ വേരിനാണ്. നമ്മളെയൊക്കെ വെട്ടി നശിപ്പിക്കുന്നു പറയാൻ വേണ്ടിയല്ല. നമ്മളെ നശിപ്പിക്കാനാണെങ്കിൽ ദൈവത്തിന് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് ബലിയായിട്ട് അയക്കേണ്ട കാര്യമില്ല. അവന് ഈ പീഡകളൊക്കെ സഹിച്ച് മോചനം നൽകണമെന്ന ദൈവേഷ്ടം നിറവേറേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ്. ദൈവം നമ്മെ കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. ദൈവം നമ്മെ കരുതുമ്പോഴും സ്നേഹിക്കുമ്പോഴും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവിനും മനസ്സിനും ഇടയ്ക്ക് കറകൾ ഉണ്ടാകരുത്. ആ കറകൾ കഴുകി യേശുവിൽ നമുക്ക് സാധ്യമായ പാപമോചനം അനുഭവപ്പെടുത്തി ഈ ജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാനാണ്. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പൊ നിരന്തരമായ പരിശോധന ആവശ്യമുണ്ട്. സ്നേഹത്തിലാണോ, സമാധാനത്തിലാണോ, സന്തോഷത്തിലാണോ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുള്ള മനോഭാവം, ശുദ്ധതയെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ നിരന്തരമായ പരിശോധന ഉണ്ടാവണം. പരിശോധനകളാണ് എപ്പോഴും നാം ആരാണെന്ന ബോധ്യത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ദൈവമക്കളാണെന്ന ബോധ്യം ഉണ്ടാകുക. നമ്മൾ ദൈവമക്കളാണെന്നൊരു ബോധ്യമല്ല നമുക്കുള്ളത്. ദൈവം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരാളാണെന്നും ഒരു മൂർത്തിയാണെന്നും അവൻ എന്ത് ചോദിച്ചാലും ചെയ്തു തരുമെന്നും നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മുടെ ചോദ്യത്തിന്റെ ശക്തിക്ക് അനുസരിച്ച് അവൻ കാര്യങ്ങൾ ചെയ്തു തരുന്ന തെറ്റിദ്ധാരണ ഇപ്പോഴും പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ദീർഘമായി പ്രാർത്ഥിക്കുന്നതും ശക്തമായി പ്രാർത്ഥിക്കുന്നതും ബലം പിടിച്ച് പ്രാർത്ഥിക്കുന്നതും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണകരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ദൈവത്തിന് മാനസാന്തരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമുക്കാണ് മാനസാന്തരം ഉണ്ടാവേണ്ടത്. പക്ഷെ പലപ്പോഴും ദൈവത്തെ ഒന്ന് മാനസാന്തരപ്പെടുത്തി നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങളിലായി പോകുന്നു ജീവിതം. അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ലൂക്കാസ് സുവിശേഷം 3:11 വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് യഹൂദർ ചോദിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടു വന്ന ആൾ ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ക്രിസ്തു ആകട്ടെ തന്നെ തന്നെ കൊടുക്കുക വഴി നമ്മെ തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും നമുക്കുള്ളതും നമ്മെ തന്നെയും ദൈവപിതാവിന് ഒരു ആരാധനയായി സമർപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണെന്നും വ്യക്തമായി വെളിപ്പെടുത്തുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ സ്നേഹപ്രവൃത്തി വഴി ക്രിസ്തു മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ എങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ പോകാനാണ് നമുക്ക് കഴിയേണ്ടത്. പ്രാർത്ഥനയിലൂടെ നിരന്തരം ദൈവാഭിമുഖ്യത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ കൗതാശികമായ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവപ്രദമാകൂ. നമുക്ക് ലഭിച്ച പാപവിമോചനം അനുഭവമാകുകയും ആത്മാവിന്റെ പ്രകാശം മനസ്സിലേക്ക് കടക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ അശുദ്ധികളെയും നീക്കുകയും മനസ്സിന് നവീകരണം സംഭവിക്കാൻ, അങ്ങനെ മനസ്സ് നവീകരിക്കപ്പെട്ട് നല്ലതും ഉചിതവും പ്രീതികരവുമായ കാര്യങ്ങൾ ചെയ്യുന്നവരായി മാറാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയണം എന്നാണ് ദൈവം അഭിലഷിക്കുന്നത്. അതുകൊണ്ട് മാനുഷിക സമാനതകൾ കൈവിടിയാൻ നമുക്ക് പറ്റണം. മാനുഷിക സമാനതകൾ കൈവിടിഞ്ഞ് ദൈവത്തിന്റെ സമാനതകളിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഉദ്ധാനം അപ്രകാരം ഒരവസ്ഥയാണ്. ഈ ലോകത്ത് തന്നെ ഉദ്ധിതരായി നമുക്ക് ജീവിക്കാം. മനുഷ്യത്വത്തിന്റെ മാലുകളിൽ നിന്ന് മോചനം, നമ്മെ അടിമപ്പെടുത്തുന്ന സ്വയം സ്നേഹത്തിന്റെ കല്ലറകൾക്കകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് കഴിയും ക്രിസ്തുവിൽ. അതുകൊണ്ട് യേശു ദൈവിക സമാനതകൾ കൈവിടിഞ്ഞ് മനുഷ്യത്വത്തിലേക്ക് വന്നതുപോലെ മാനുഷികമായ സമാനതകൾ കൈവിടിഞ്ഞ് ദൈവത്തിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ മനസ്സ്
നിലപാടുകളിൽ മാറ്റം ഉണ്ടാക്കണം, രൂപാന്തരീകരണം ഉണ്ടാകണം. ദൈവത്തോടുള്ള മനോഭാവത്തെയും മനുഷ്യനുള്ള മനോഭാവത്തെയും തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നുമുള്ള മാനസാന്തരത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നടക്കാൻ കഴിയണം. ഉദാഹരണത്തിൽ നമുക്ക് സംഭവിക്കുന്നത് അതാണ്. മാനുഷികമായി ഈ ലോകത്ത് തന്നെ ഉദ്ധിതരായി നമുക്ക് ജീവിക്കാം. ഉദ്ധിതരായി ജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുള്ള ഒരു കാര്യമായിട്ട് മാറും. അത് കേവലമായി പ്രാർത്ഥനാ വേളകളിൽ ഉണ്ടാകുന്ന അനുഭൂതികളല്ലെന്നും ഒരു ജീവിതത്തിനകത്ത് തന്നെ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന, ആ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നതാണെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റും. കുമ്പസാരിച്ചു, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ആത്മാവിലൂടെ മനസ്സിലേക്ക് ഒഴുകുന്നുണ്ട്. ആ മനസ്സിലേക്ക് ഒഴുകുന്ന ആത്മാവിന്റെ പ്രകാശത്തിൽ മനസ്സിനെ ഇങ്ങനെ വിവേചിച്ചറിയാനും നല്ലതും ഉചിതവുമായി ചെയ്യാൻ വേണ്ടി മനസ്സിനെ നവീകരിക്കാനും രൂപാന്തരീകരണത്തിലേക്ക് കടക്കാനും നമുക്ക് കഴിയണം. ഇനിയുള്ള ജീവിതം അപ്രകാരമുള്ളതായിത്തീരണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഒരു നോമ്പുകാലം, ഒരു പീഡാസഹനകാലം, ഒരു ഉദ്ധാനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.